JP ടോക്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ പങ്കുവച്ചത് ഫാറൂഖിനോടൊപ്പം മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ഓരോ വാർഡുകളുടെയും വാക്മയ ചിത്രങ്ങളാണ്. തിരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ട ലാസ്റ്റ് ലാപ്പിലേക്ക് കടന്നിരിക്കുന്ന പ്രചരണം അതിന്റെ ലാസ്റ്റ് ലാപ്പിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഓരോ വാർഡുകളുടെയും പ്രചരണം എത്രത്തോളം രൂക്ഷമാണ് അല്ലെങ്കിൽ ശക്തമാണ്, അവിടെ ഓരോ സ്ഥാനാർത്ഥിയും ഫേസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, ഓരോ രാഷ്ട്രീയ പാർട്ടിയും എടുത്തുകൊണ്ടിരിക്കുന്ന ടാക്കുകൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് വോട്ടർമാർ സ്വീകരിക്കാനിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളോടൊപ്പം ഫാറൂഖ് പങ്കുവെക്കുന്നത്. കഴിഞ്ഞ 20 കൊല്ലമായി മാറഞ്ചേരിയുടെ മാധ്യമ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് ഫാറൂഖ് നമ്മളോടൊപ്പം അത്തരം കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത്. തുടർച്ചയായി നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ മാറഞ്ചേരിയുടെ കുറേ വാർഡുകൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞ് ഇനി കുറച്ച് വാർഡുകൾ കൂടി നമുക്ക് പങ്കുവെക്കാനുണ്ട്. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തുടർച്ചയായി JP ടോക്സ് ഇനിയും മറ്റു പല വിഷയങ്ങളും അധ്യായങ്ങളുമായി നിങ്ങളിലേക്ക് എത്തും. ആ സമയത്ത് ഇതിൻ്റെ അപ്ലോഡ് ചെയ്യുന്ന അതേ വീഡിയോ അതാത് സമയങ്ങളിൽ ലഭ്യമാകാൻ സാധാരണ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന എല്ലാ വീഡിയോകളും പറയുന്ന കാര്യം തന്നെയാണ്. അത് ഞങ്ങളും പറയുകയാണ്. സ്വാഭാവികമായും ഫോളോ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇത് കിട്ടുക. ഇതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. എങ്കിൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു, ഈ കാണുന്ന ഫോളോ ബട്ടണോ സബ്സ്ക്രൈബ് ബട്ടണോ ഒക്കെ ഒന്ന് അടിച്ച് ഇതിൻ്റെ റീച്ചും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തുമ്പോൾ മാത്രമാണ് ഇതിന് തുടർച്ചയുണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സപ്പോർട്ട് കൂടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഫാറൂഖ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ച ഭാഗത്തു നിന്ന് തുടർച്ചയായിട്ടാണ് നമുക്കിനി പറയാനുള്ളത്. നമ്മൾ 13-ാം വാർഡിലേക്ക് പോകും. 13-ാം വാർഡിൻ്റെ ഒരു ചിത്രം ഒന്ന് വ്യക്തമാണ്. 13-ാം വാർഡില് LDF എന്ന് വെച്ചാൽ CPയുടെ സീറ്റാണ്. CP LDF നേരത്തെ മാറലിക്ക വിജയിച്ച വാർഡാണ്. CPയുടെ ഒരു സിറ്റിംഗ് വാർഡ് എന്നുള്ള നിലക്കുള്ള ഒരു വാർഡ് തന്നെയാണ്, ഉറച്ച വാർഡ്, അങ്ങനെ തന്നെ അതിന് പറയാം. അപ്പോൾ അവിടെ നിലവിൽ മത്സരിക്കുന്നത് പ്രസീത സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ട് ആരോഗ്യ പ്രവർത്തകയൊക്കെ ആയിട്ടുള്ള അവരാണ്. അവിടുത്തെ LDFന്റെ CPയുടെ സീറ്റാണ്. അപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ആ വാർഡിൽ ഷെരീഫ നാസർ അവരാണ് UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അവര് വെൽഫെയർ പാർട്ടിയുടെ ഒരു രീതിയിൽ വെൽഫെയറുമായി ചില അലയൻസ് ഉണ്ടാക്കിയതിന്റെ നമുക്ക് പിന്നീട് മറ്റൊരു അദ്ദേഹത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. 13-ാം വാർഡില് അവര് വെൽഫെയറിന്റെ ഒരു പ്രവർത്തകയാണ്. ആ വെൽഫെയറിന്റെ പ്രവർത്തകയെ സ്വതന്ത്ര UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുകയാണ് ഉണ്ടായത്. അവരെ നമ്മുടെ വെൽഫെയർ പാർട്ടിയുടെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് വന്നിട്ട് നേരിട്ട് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്ത സ്ഥാനാർത്ഥിയാണ്. അപ്പൊ ആ രീതിയിലാണ് അവിടെ പ്രചരണം നടക്കുന്നത്. അതൊരു നെഗറ്റീവായിട്ടും പ്രചരണം നടക്കുന്നുണ്ട്. കാരണം ഈ വെൽഫെയർ പാർട്ടിയുമായിട്ട് UDF ഉണ്ടാക്കിയ ഒരു അലയൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ, അതിനെതിരെ വികാരങ്ങളുണ്ട്. എന്നാൽ അനുകൂലിച്ച് വെൽഫെയർ അല്ലെങ്കിൽ ആ ഒരു സംഘടനയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കുറെ ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് UDFനെ സംബന്ധിച്ചിടത്തോളം ഗുണം ചെയ്യോ ദോഷം ചെയ്യോ എന്നുള്ളതൊക്കെ നമുക്ക് റിസൾട്ട് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം അതൊരു CP അല്ലെങ്കിൽ LDF മെജോറിറ്റിയുള്ള വാർഡാണ്. അവിടെ നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ ഇസ്മായിൽ മെഡിക്കൽ സ്റ്റോർ ഇസ്മായിൽ അവർ PDP ഒക്കെ ആയിരുന്നു. അവരൊക്കെ പിന്നെ ഇപ്പോൾ CPയുടെ ഭാഗമായി. അവിടെ ഒരു കുറച്ച് അത്യാവശ്യം ഇതാണ്. ആ ഒരു CPയുടെ ഭാഗമാവുകയും ചെയ്തു. അപ്പൊ LDFന് കുറച്ചുകൂടി അവിടെ ഒരു ശക്തിയുള്ള വാർഡാണ്. CPനെ സംബന്ധിച്ചിടത്തോളം CPയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടുള്ള PP സുനീർ MPയുടെ വീട് തറവാടും ഒക്കെ നിൽക്കുന്ന ഒരു വാർഡ് കൂടിയാണ്. അടുത്ത കാലത്ത് വരെ സുനീർക്കാർക്ക് അവിടെ തന്നെയാണ് വോട്ടുണ്ടായിരുന്നത്. ഇപ്പൊ വെട്ടിമാറ്റി വലിയ എന്നുള്ളത് അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഇത്. അപ്പൊ ആ ഒരു തറവാട് നിൽക്കുന്ന പ്രദേശം അപ്പോൾ CPക്ക് അത്രയും വിളക്കൂറുള്ള ഒരു വാർഡാണ്. അപ്പൊ അത് ആ ഒരു രീതിയിലേക്ക് വോട്ടുള്ള വാർഡ്. അവിടെ ഈ CPനെ അല്ലെങ്കിൽ LDFനെ പരാജയപ്പെടുത്തുക എന്നുള്ളതിന്റെ ഒക്കെ ഭാഗമായിട്ടാവണം ഇങ്ങനെ ഒരു അലയൻസിലേക്കൊക്കെ സത്യത്തിൽ അവിടെ എത്തിയിട്ടുണ്ടാവുക. അത് എത്രമാത്രം അത് ഗുണം ചെയ്യും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് അങ്ങനെയാണ് ആ ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ വെൽഫെയറുമായിട്ട് അലയൻസിലുള്ള മറ്റു തൊട്ടടുത്ത ഒരു വാർഡ് കൂടിയുണ്ട്.
ആ വാർഡിന്റെ ഒരു സാഹചര്യം? 14-ാം വാർഡല്ലേ, 14-ാം വാർഡില് അവിടെ ഇതുപോലെ ഇത് തന്നെയാണ്. ഇപ്പോൾ അന്ന് ഈ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് വന്ന് പ്രഖ്യാപിച്ച രണ്ട് സ്ഥാനാർത്ഥികളാണ്. ഒന്ന് നമ്മുടെ 13-ാം വാർഡിലെ സ്ഥാനാർത്ഥിയെയും 14-ാം വാർഡിലെ സ്ഥാനാർത്ഥിയെയും. അപ്പോൾ അന്നൊക്കെ നേരത്തെ ബോർഡിലൊക്കെ വെൽഫെയർ പാർട്ടി പിന്തുണക്കുന്ന UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയിരുന്നു ബോർഡിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് UDF ഒരു പ്രശ്നം ആയതുകൊണ്ടോ എന്താ അറിയില്ല, ഇപ്പോൾ അത് വെറും UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലേക്ക് ആ ബോർഡുകളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ 14-ാം വാർഡിൽ ഇത് അവർ വന്ന് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി തന്നെയാണ്. നേരത്തെ UDF ജയിച്ച 13-ാം വാർഡ് മേജർ പോർഷനാണ് 14-ൽ വരുന്നത്. ഒരു പ്രവാസിയായിട്ടുള്ള കോൺഗ്രസിന്റെ ഷമീർ എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. പക്ഷെ അവര് ഈ അവിടെ ഒരു വെൽഫെയർ പാർട്ടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, പ്രവർത്തിക്കുന്ന ഒരു കാരുണ്യ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാരിറ്റി സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് കൂടിയാണ്. അതുകൊണ്ടാവണം അവരെ ഈ വെൽഫെയർ പാർട്ടിയുടെ പ്രസിഡന്റ് വന്ന് പ്രഖ്യാപിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതാണ് അങ്ങനെ ഒരു സംവിധാനം. ഈ 2 വാർഡുകളാണ് സംബന്ധമായിട്ട്. അതിൽ LDFന്റെ ഒരു ബീന ബാബു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അവർ ആശാപ്രവർത്തകയും ആരോഗ്യ രംഗത്തൊക്കെ നിൽക്കുന്ന പ്രവർത്തകയൊക്കെ ആയിട്ടുള്ള ഒരു LDFന്റെ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നത്. ആളുകൾക്കിടയിൽ നല്ല, നമ്മൾ അറിഞ്ഞിടത്തോളം ആളുകൾക്കിടയിൽ നല്ല രീതിയിലുള്ള സ്വാധീനമുള്ള ഒരു വ്യക്തിപ്രഭാവമൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ബീന ബാബു എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടിയ വിവരം. മാത്രമല്ല പുതിയ വാർഡ് വിഭജനത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ഒരു മെജോറിറ്റി നേരത്തെ ഇപ്പോൾ ഷിജില് എന്റെ ഒരു വ്യക്തി ആ ഒരു വാർഡൊക്കെ ആയിരിക്കണം ഷിജിൽ അവിടെ ജയിച്ചു വന്നിട്ടുണ്ടാവുക. അപ്പൊ ഇപ്പൊ നിലവിലെ ഈ ഒരു ഒരു മേൽക്കോയി ഒരു വാർഡായിട്ടാണ് നിലവിൽ അത് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വാർഡുകളെ തിരിച്ചു പിടിക്കുക എന്നുള്ളതിൻ്റെ ഒക്കെ അല്ലെങ്കിൽ നിലനിർത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആവണം UDF ഇങ്ങനെ ഒരു അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പക്ഷെ അതൊക്കെ എങ്ങനെയാണ് ജനങ്ങളെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് അത് പ്രത്യേകിച്ച് ഈ ഒരു അലയൻസിനെതിരെ ഇപ്പോൾ വർത്തമാനകാല സാഹചര്യം ഇപ്പോൾ ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പല രീതിയിലുള്ള വാർത്തകളൊക്കെ വലിയ രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അപ്പൊ അത് അങ്ങനെ ഒരു സാഹചര്യമാണ് UDF കൂട്ടായെടുത്ത തീരുമാനമാവണം. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും UDF ഒറ്റയ്ക്ക് ഒരാളും 2 കൂടി മാത്രമായിട്ട് എടുക്കുന്ന തീരുമാനം ആവും സാഹചര്യം ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയാവണം. ഇപ്പൊ എന്തായാലും അതിന്റെ റിസൾട്ട് എങ്ങനെയാന്നുള്ളത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാൻ പറ്റും. 15ലേക്ക് വരും. ഇനി 15-ാം വാർഡിലേക്കാണ് നവോദയം ഉൾപ്പെടുന്ന പഴയ 15 തന്നെയാണ്. പക്ഷെ അതിന് കുറെ ഭാഗങ്ങൾ നിലവിൽ 4ലേക്കും ബാക്കിയിലേക്കും മാറ്റിപ്പോയിട്ടുണ്ട്. ഇതിൽ 15-ാം വാർഡ് ഏറെക്കുറെ ആ ഒരു മേഖലയാണ്. എന്താണ് 15-ാം വാർഡിന്റെ 15-ാം വാർഡ് ഇപ്പൊ നിലവിൽ അവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് CPMന്റെ പ്രതിനിധി സുമ ടീച്ചറാണ്. പനമ്പാട് സ്കൂളിലെ ചെയ്ത ടീച്ചറാണ്. ഓപ്പോസിറ്റ് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മുസ്ലിം ലീഗിന്റെ നസറത്ത് മൻസൂറാണ്. ചെറുപ്പക്കാരിയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള മത്സരമാണ്. ആ സീറ്റ് നിലവിലെ സീറ്റായിരുന്നു നമ്മുടെ മാടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുണ്ടായിരുന്ന ഷമീറ ഇളയടുത്ത് വിജയിച്ച ഒരു സീറ്റാണ്. പക്ഷെ ഈ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ വാർഡുകളിൽ നിന്ന് ഇതിലേക്ക് ചേർക്കുകയും കുറെ 19ലേക്ക് പോവുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യത്തിൽ അത് CPMന് വേണമെന്നുള്ള ഒരു നിർബന്ധം അതേ പറ്റിയാണ് ഈ ഒരു സീറ്റ് ധാരണ ഇങ്ങനെ ഒരു വൈകുന്നതിൽ പ്രധാന കാരണം ഈ 15 ചർച്ചയിലായിരുന്നു. പിന്നീട് അത് CPIക്ക് തന്നെ ബോധ്യമായതിൻ്റെ അല്ലെങ്കിൽ CPIക്ക് ബോധ്യമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPIയുടെ സീറ്റാണെന്നുള്ള CPMന് ബോധ്യമായി. ഇത്തവണത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ CPMന് ആ സീറ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും അത് ഒരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റ് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഇത്ര ശതമാനം
പുതിയ വാർഡിലേക്ക് പോയി എന്നുള്ളത് സംബന്ധിച്ച് അപ്പോൾ 50% കുറെ അങ്ങനെയുള്ള ഒരു തർക്കങ്ങളൊക്കെ ഉണ്ടായി. അത് അതിന്റെ കണക്കുകൾ വെച്ച് CPI നിരത്തി, CPM നിരത്തി. അപ്പോൾ അതൊക്കെ നേതാക്കന്മാർ തമ്മിലുള്ള ചർച്ചകളിൽ ബോധ്യമായി അവർക്ക് CPIയുടെ സീറ്റ് തന്നെയാണെന്നുള്ള ബോധ്യമാവുകയും പിന്നീട് അത് ഒരു പ്രത്യേക സാഹചര്യം നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയാണ് സുമ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ആകുമ്പോൾ CPIക്കും സ്വീകാര്യമാണ്. അധ്യാപിക എന്നുള്ള നിലക്ക് പ്രത്യേകിച്ച് TRC മാഷ് കുടുംബാംഗമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ മാഷോടുള്ള ഒരു അറ്റാച്ച്മെന്റ് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു രീതിയിലുള്ള എതിർപ്പോ കാര്യങ്ങളോ ഒന്നും അതിനുണ്ടായിട്ടില്ല. അങ്ങനെ ആ ഒരു രീതിയിൽ അവിടെ ഇങ്ങനെ പ്രചരണം നടക്കുന്നു. പക്ഷേ ഓപ്പോസിറ്റ് സൈഡിലുള്ള നസ്രത്ത് മൻസൂർ ആണെന്നുണ്ടെങ്കിൽ നല്ല ചെറുപ്പക്കാരത്തിയാണ്, നല്ല കഴിവുള്ള ഒരു പെൺകുട്ടിയാണ്. എന്നുള്ള രീതിയിൽ അവരും വളരെ മികച്ച രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെയാണ്. സത്യത്തിൽ അവിടെ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ CPMന്റെ ഒരു പാർട്ടി ഗ്രാമം വേണമെങ്കിൽ പറയാം. പക്ഷേ എങ്കിൽ പോലും അവിടെയാണ് നേരത്തെ മുസ്ലിം ലീഗിന്റെ അഡ്വക്കേറ്റ് KA ബക്കർ. എങ്കിലും ഇപ്പൊ നമ്മുടെ ഈ വായനശാല ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശം, ഇപ്പൊ നമ്മുടെ TRC മാഷയുടെ വീടൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു താങ്കൾ ഉദ്ദേശിച്ച ആ പാർട്ടി ഗ്രാമം ഉൾപ്പെടുന്ന ആ പാർട്ടി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിക്കുകയും വർഷക്കാലം നല്ല രീതിയിൽ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉണ്ടാവുകയൊക്കെ ചെയ്തതാണ്. അതെ, അപ്പോൾ അത് ആ ഒരു സാഹചര്യത്തിൽ ഇവര് നല്ലൊരു കാൻഡിഡേറ്റ് തന്നെയാണ്. അപ്പോൾ ടീച്ചർ അധ്യാപിക എന്നുള്ള നിലക്ക് വളരെ മികച്ചു നിൽക്കുന്ന ഒരു അധ്യാപിക കൂടി തന്നെയാണ്, അതിലൊന്നും തർക്കമില്ലാത്തതാണ്. പക്ഷെ ഓപ്പോസിറ്റ് സൈഡിലുള്ള UDFന്റെ കാൻഡിഡേറ്റ് നസ്രത്ത് മൻസൂർ വളരെ മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. അവിടെ വളരെ ആക്റ്റീവായിട്ട് തന്നെ അവരവിടെ നിൽക്കുന്നുണ്ട്. ആ പ്രചരണം നല്ല രീതിയിൽ ശക്തമാണ്, നല്ല ശക്തമായ മത്സരം. ഇപ്പോൾ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് 21ാം വാർഡാണ്. അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് ഈ 15ാം വാർഡിലാണ്. അപ്പൊ അത്രയും വാർഡിന്റെ ഷേപ്പ് കുറേ ചുറ്റി ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പൊ എന്തിനായാലും അവിടെയും ശക്തമായ മത്സരം തന്നെയാണ്. റിസൾട്ട് കാത്തിരുന്ന് നമുക്ക് കാണാവുന്നതന്നെ. 16ലേക്ക് വരുമ്പോൾ മാറഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ സംഭാവന ചെയ്ത് LDFന് ഏറ്റവും കൂടുതൽ പ്രസിഡന്റുമാരെ സംഭാവന ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ പ്രസിഡന്റ് അവിടെ ജയിക്കുന്നവരെല്ലാം പ്രസിഡന്റ് ആവുമെന്ന ഒരു ധാരണ വരെയുള്ള ഒരു വാർഡാണ്. LDFന് ഏറ്റവും ഉറച്ച വാർഡായിട്ട് കരുതി പോരുന്ന ഒരു വാർഡാണ്. അവിടെ ഒരു പുതുമുഖവും അതുപോലെ തന്നെ തലമുതിർന്ന ഒരംഗവും തമ്മിലാണ് നേർക്കുനേർ മത്സരം വരുന്നത്. ഒരാൾ വാർഡിലെ പ്രതിനിധിയാണ്, ഒരാൾ വാർഡിന് പുറത്താണ്. എന്താണ് അതിന്റെ ചിത്രം? ഇതിപ്പോൾ അവിടെ UDFന്റെ പ്രതിനിധിയായിട്ട് അവിടെ മത്സരിക്കുന്നത് MT നജീബാണ്. LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജിതിൻ രാജൻ, അവര് DYFയുടെ ഭാരവാഹിയാണ്, അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. പൊതുരംഗത്ത് വളരെ സജീവമായിട്ടുള്ള ഇപ്പോൾ ഒരു 20 വർഷത്തിലും മേലെ വളരെ സജീവമായിട്ട് അവിടെ ആ ഒരു മേഖലയിലുണ്ട്. ഇപ്പൊ ഷെരീഫ് കെ സംബന്ധിച്ചിടത്തോളം MT നജീബ് കെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രദേശത്തിന്റെ അന്യായിട്ടുള്ള ആളല്ല. കാരണം ആ ആളുടെ തറവാട് വീട് അവിടെയായിരുന്നു. ഇപ്പോ പനമ്പാട് സെന്ററിലേക്ക് ആൾ താമസം മാറി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആളുടെ തറവാടും ജനിച്ചു വളർന്ന ഒരു പ്രദേശമൊക്കെ തന്നെയാണത്. അപ്പോൾ ആ സ്ഥാനാർത്ഥിയും അതിൽ മികവുറ്റ സ്ഥാനാർത്ഥി തന്നെയാണ്. ജിതിൻ രാജനും വളരെ മികച്ച സ്ഥാനാർത്ഥികളാണ്. അവർ നല്ല രീതിയിലുള്ള വളരെ എന്താ പറയാ നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റാണ് അവിടെ അങ്ങനെ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു മറ്റേ ഒരു യുവജന വിഭാഗത്തിന്റെ യുവ നേതാവ് എന്നുള്ള നിലയ്ക്ക് ജിതിനെ നമുക്ക് അതിൽ ഉയർത്തി കാണിക്കാവുന്നതാണ്. നജീബ് കെ സംബന്ധിച്ചിടത്തോളം യുദ്ധം വന്ന നേതാവ്, പ്രവാസിയായിരുന്നു ദീർഘകാലം. അവിടെയും വളരെ സാംസ്കാരിക രംഗത്തും ജീവകാരുണ്യ രംഗത്തും സൗന്ദര്യ രംഗത്തും ഒക്കെ വളരെ സജീവമായിട്ട് ഇപ്പോൾ 10 വർഷക്കാലമായി ഇപ്പോൾ ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോഴും ആൾ വളരെ സജീവമായിട്ട് തന്നെ ഈ എല്ലാ മേഖലയിലും, രാഷ്ട്രീയം എന്നുള്ളത് ആളെ സംബന്ധിച്ചിടത്തോളം അന്യമായിട്ടുള്ളതല്ല, ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ആള് ഒരു UDF കാൻഡിഡേറ്റായി വരുമ്പോൾ അവിടെ ഒരു നല്ല ഒരു കടുത്ത മത്സരം അവിടെ വരും. അതിൻ്റെ അവസാനം അതിൻ്റെ റിസൾട്ട് എങ്ങനെയാവും എന്നുള്ളത് പറയാൻ അതിനുള്ള ഒരു നമുക്ക് എങ്കിൽ പോലും LDF അവർ പറയുന്നുണ്ട് LDF എന്തായാലും
ജയിക്കും എന്നുള്ള ഒരു അവിടെ രണ്ട് സാധ്യതകളാണ്. പക്ഷെ എങ്കിൽ പോലും UDF-ഉം അതേ തന്നെ നിർബന്ധപൂർവ്വം പറയുന്നുണ്ട് ജയിച്ചു വരുന്നുള്ളത്. അപ്പൊ അത് അവിടുത്തെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ പുതിയ വോട്ടുകൾ പരമാവധി നിലവിൽ LDF-നോടൊപ്പവും പഴയ തറവാട് വോട്ടുകൾ എന്ന് അവകാശപ്പെടുന്ന വോട്ടുകൾ നജീബിനൊപ്പവും നിൽക്കുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. കാരണം അത് എങ്ങനെയാണ് അത് എത്രത്തോളം പ്രതിഫലിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. പുതിയ വോട്ടുകൾ എത്രത്തോളം MT നജീബിനെ പിടിക്കാൻ കഴിയുന്നു, പഴയ വോട്ടുകൾ എത്രത്തോളം ജിതിൻ രാജിനെ പിടിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. അവിടെ ഇപ്പൊ രണ്ട് ടീമായാലും ഇപ്പോ ജിതിൻ രാജായാലും മറ്റേ നജീബ് കെയാലും നല്ല രീതിയിൽ അവര് സ്കോഡായിട്ട് നല്ല രീതിയിലുള്ള വർക്കുകളാണ് രണ്ട് റൗണ്ട് അവർ പൂർത്തീകരിച്ചത്. അതെ, LDF-ന്റെ ഭാഗത്തുനിന്നും UDF-ന്റെ ഭാഗത്തുനിന്നും വളരെ നല്ല എണ്ണയിട്ട യന്ത്രം പോലെ ഇങ്ങനെ അവര് ചലിച്ചുകൊണ്ടിരിക്കണം. നല്ല നല്ല വർക്കാണ്. അതിൽ പ്രവാസികൾ ഇടപെട്ടിട്ട് പ്രവാസി മേഖലയിൽ പ്രത്യേകിച്ച് ആ വാർഡിൽ എന്തോ ഒരു ശക്തമായ രീതിയിലുള്ള ഒരു ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ വാർഡില് മറ്റൊരാളെ പേരും നേരത്തെ വരികയോ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ തന്നെ പ്രഖ്യാപിക്കുന്ന ജിതിൻ രാജിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. വളരെ നല്ലൊരു കാൻഡിഡേറ്റ് എന്നുള്ള നല്ലൊരു മത്സരമായിട്ടാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നിന്ന് ജയിക്കുന്നവരൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക എന്നുള്ളത് അത് എത്രമാത്രം നിലവിലെ സാഹചര്യത്തില് ടീച്ചർ അവിടെ വന്നതാണ്. അതിന് മുമ്പ് അവിടെ നിന്ന് പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ ഒരു CPM-നെ സംബന്ധിച്ചൊരു ഉറച്ചൊരു സീറ്റ് എന്നൊരു ധാരണ ഉണ്ട്. പക്ഷെ പുതിയ വാർഡ് വിഭജനത്തിൽ കുറെ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ഭാഗങ്ങൾ കുറെ ആ വാർഡിൽ നിന്ന് പോയിട്ടുണ്ട്. കുറച്ച് പുതിയ ഭാഗങ്ങൾ ആഡായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുക മാത്രമല്ല അവിടുത്തെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വാർഡുകളെ കൊണ്ടുവരുന്ന വാർഡുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, നിലവില് കഴിഞ്ഞൊരു 5 വർഷം കൊണ്ട് വന്നിട്ടുള്ള മൈഗ്രേറ്ററി പോപ്പുലേഷൻ, അതായത് ഹൈവേയുടെ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള വീടൊഴിഞ്ഞു വന്ന ഒരുപാട് വോട്ടുകൾ കയറി വന്ന ഒരു പ്രദേശമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് താഴേക്കുള്ള മുഴുവൻ വാർഡുകൾ. അത് ആ വോട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ 15-ാം വാർഡിൽ 16-ലുണ്ട്, 17, 18, 20, 21 ഒക്കെ ഇനി അങ്ങനെയാണ്. ആ വാർഡുകളിലൊക്കെയാണ് ഈ പ്രദേശങ്ങളുള്ളത്. ഇവരൊക്കെ ഈ മാറഞ്ചേരിയുടെ നമ്മൾ നേരത്തെ ഇതുവരെ ചർച്ച ചെയ്ത രാഷ്ട്രീയ ചരിത്രമല്ല, അവരുടെ ചരിത്രം നമുക്ക് അപൂർണമാണ്. അപ്പോ അവരും കൂടി എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വാർഡുകൾ? തീർച്ചയായിട്ടും അത് ഓരോ സ്ഥാനാർത്ഥികളുടെ പ്രചരണവും അവരുടെ മുന്നണിയുടെ ഇടപെടലും പ്രചരണവും എത്രമാത്രം അവര് ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന മെമ്പർ എത്രമാത്രം ആക്റ്റീവ് ആയിരുന്നു, എങ്ങനെ ആ വാർഡിൽ ഇടപെട്ടു, മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധികളൊക്കെ അവര് വന്നു കയറിയ സമയത്ത് അങ്ങനെ തന്നെ വരിക. അതങ്ങനെ കാണേണ്ട ഒരു വാർഡുകളാണ്. അടുത്ത വാർഡിലേക്ക് പോവുകയാണ്. ഇനി പറയാനുള്ളത്, മാറഞ്ചേരി ഒരുപാട് സസ്പെൻസ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് അതിന്റെ റിസൾട്ട് അറിയാൻ ടെൻഷൻ അടിച്ചിരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് 13-ാം തീയതി എത്താൻ പോകുന്ന ചില വാർഡുകളെ കുറിച്ചാണ്. കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആയി നിൽക്കുന്ന വാർഡുകൾ അക്കൂട്ടത്തിലുണ്ട്. തീർച്ചയായും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതുവരെ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ടതുണ്ട്. ഫാറൂഖ് നമ്മളോടൊപ്പം തുടരും. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്, സോഷ്യൽ മീഡിയയിൽ എല്ലാ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, ഇത്തരം വീഡിയോകൾ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിനും അതിൻ്റെ ഫസ്റ്റ് തന്നെ നിങ്ങളിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാവാനും ഒക്കെ 1-2 ബട്ടണുകൾ അമർത്തേണ്ടതുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. ഇവിടെ താഴെ കാണുന്ന ഫോളോയും അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ നിങ്ങൾ അമർത്തുമ്പോഴാണ് നിങ്ങൾക്ക് അതൊക്കെ കിട്ടുന്നത്. അത് ഞങ്ങൾക്കൊക്കെയുള്ള പ്രോത്സാഹനം കൂടിയാണ്. അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിലാണ് നമുക്കത് ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. JP ടോക്സ് ഇലക്ഷൻ കഴിഞ്ഞാലും നിങ്ങളോടൊപ്പം തുടരുന്ന സാഹചര്യം ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാറഞ്ചേരിയുടെ ബാക്കി വെച്ച സസ്പെൻസ് ഉള്ള വാർഡുകളുടെ വിശദാംശങ്ങളുമായി തിരിച്ചു വരാം. അതുവരെ ചെറിയൊരു ഇടവേള.